ആ ഞാൻ ഡ്രൈവർ സെറ്റ് ആയിട്ടാ, ഞാൻ സെറ്റ് ഡ്രൈവറായി, ട്രെയിലർ ഡ്രൈവറായി. ഡൗൺ ചെയ്തു, ഡൗൺ. ഞാൻ പറഞ്ഞല്ലേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ കമന്റ് ഇടരുത്. ഞാനൊരു ക്വിക്ക് ജോബ് എടുക്കട്ടെ. എന്താ നിങ്ങൾക്ക് കാണാമോ എന്തേലും? വണ്ടി സ്റ്റാർട്ടായതാണല്ലേ. നിങ്ങൾക്കെല്ലാം കാണാവോ? ഓക്കെ അല്ലേ? ലൈറ്റ് ഇട്. ആ ലൈറ്റ് ഇട്ട്. ഹൈ ബീം. നിക്ക്, ഞാൻ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇതിനകത്ത് എന്താ ലോഡെന്ന് നോക്കിക്കോട്ടെ. ഓ കണ്ടെയ്നർ എന്തോ ആണ് കേട്ടാ. അയ്യോ ഓ അയ്യോ വണ്ടി ഓടിയോ, വണ്ടി ഓടിച്ചു പോയി. ഹലോ 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 ഹലോ. ആ ഇത് എങ്ങോട്ടാ ഇരിക്കുന്ന ഇപ്പോ? ഇതിന് ഹെഡ്ലൈറ്റ് ഇല്ലേ? ഇത് ഒടിയൂലേ ഇത്? ദേ അത് അങ്ങോട്ട് പോണേ. നിങ്ങക്ക് മാപ്പ് കണ്ടുകൂടാ അല്ലേ? അത് പറ, നിങ്ങക്ക് മാപ്പ് കണ്ടുകൂടാ. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് മാപ്പും കാണാം, എല്ലാം കാണാം. ഒരു വണ്ടി ക്യാബിൻ ലൈറ്റ് ഇടണ. ക്യാബിൻ ലൈറ്റ് ഒക്കെ ഉണ്ടോ? ക്യാബിൻ ലൈറ്റ് ഇട്ടാ എങ്ങനെ വണ്ടി ഓടിക്കും ഞാൻ? മാപ്പ് കാണാം, കാണാവോ? എല്ലാം കാണാവോ നിങ്ങക്ക്? മാപ്പ് എല്ലാവർക്കും കാണാവോ? അങ്ങനെയാണ് സെറ്റ്. നിങ്ങൾക്ക് ഫുള്ള് കാണുന്നുണ്ടോ? അപ്പം എന്റെ സ്ക്രീനില് ബാക്ക് സൈഡ് ഇതും എല്ലാം കാണുന്നുണ്ടോ? KSEB ഒരു പോസ്റ്റ് ഇടിച്ചിട്ടേ. ബാക്കി തട്ടിയില്ല. എല്ലാം ഒന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേ. സ്റ്റിയറിംഗ് ഡിലേ ഉണ്ടെന്നോ? സ്റ്റിയറിംഗ് ഡിലേ ഇല്ലല്ലോ. സ്റ്റിയറിംഗ് ഡിലേ ഉണ്ടോ? ഞാൻ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവ് വന്നത്. ഡിലേ ഉണ്ടെണ്ണ. ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും സെറ്റ് ചെയ്തില്ലടാ. ഇവിടെ റെഡ് സിഗ്നൽ ആയിരുന്നല്ലേ? എടുത്തു വെക്കാം എന്തായാലും. അവിടെ നിൽക്കണം, വെയിറ്റ് ചെയ്യും. ഇത് അർജന്റ് ആയിട്ടുള്ള കണ്ടെയ്നറാ, പെട്ടെന്ന് എത്തിക്കണം. വണ്ടിയുടെ 1 കിലോ പെയിന്റ് പോയി. ഇതെന്താ തിരിയാത്ത? അയ്യോ അത് ഞാൻ മറന്നുപോയി. ഒരു സെക്കൻഡ്, ഞാൻ മോസയുടെ ഇതിനകത്ത് ട്രക്ക് ആക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്. പക്ഷെ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഗൈസ്, ഇപ്പൊ ഗിയർ വീഴുന്നത് 3-ന്ന് 5-ലോട്ടാ. ഞാനിപ്പോ 3-ലാ ഇട്ടേക്കുന്നത് എന്റെ ഇതില്, അത് 5-ലോട്ടാ വീഴുന്നത്. ഇപ്പൊ ഞാൻ 4-ലോട്ട് ഇട്ടപ്പം ഗിയർ 7-ല് വീണ്. ഇതെങ്ങനെയാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഷെബി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 200 rupees സൂപ്പർ ചാറ്റ് ബ്രോ. ലെക്സിനോസ് നോൺ കോപ്പിറൈറ്റ് സോങ്സ്. കോപ്പിറൈറ്റ് സോങ്സ് ഇടാം. ഞാനൊന്ന് ഇതൊന്ന് പഠിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ കൂടെ ഒന്ന് എന്തൊക്കെയാണ് ഇതിനകത്ത് പോരായ്മകൾ എന്നൊക്കെ എനിക്ക് അറിയണം. എന്നിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ. ഗിയർ മാറ്റി ഗിയർ ഇപ്പൊ ഏതിലാ? 9ാമത്തെ ഗിയറിലാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ വണ്ടിക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഒരു പിടുത്തമുണ്ട്. ആ പുല്ലിനകത്തൊക്കെ കയറിയതാ, വേറൊന്നും ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെയാ മാപ്പ് ഇതൊക്കെ? എടാ നിങ്ങൾക്ക് വണ്ടിക്കകത്ത മാപ്പല്ല കാണുന്നുള്ളൂ,
അല്ലാതെ റൈറ്റ് സൈഡിൽ എന്റെ മാപ്പ് കാണുന്നില്ലല്ലോ, ഫുൾ മാപ്പ്. നിങ്ങൾക്ക് വണ്ടിക്കകത്ത മാപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ട്രക്കിന്റെ ഗിയർ ഇങ്ങനെയാണോ ട്രക്കിന്റെ ഗിയർ? ട്രെയിലറിന്റെ ഒക്കെ ഗിയർ രണ്ടെണ്ണമായിട്ടാണ് പോണേ. അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടാ, അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. ലോഡ് കൊണ്ട് പോകാനില്ലേ? ഇത് പകലാവൂല്ലേ, കണ്ണും കാണൂല. അതാ ഞാൻ പറഞ്ഞ കേസ്, നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കാണുന്നില്ല, നിങ്ങൾക്ക് മിറർ കാണുന്നില്ല, എന്റെ ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മിറർ ഒന്നും കാണുന്നില്ല, ക്യാബിനിലെ മാപ്പ് മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഹെവി ലോഡ് വണ്ടിയാണേ, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാ. ഇതെത്ര? ഇനി 8 മണിക്കൂറും 15 മിനിറ്റ് 597 കിലോമീറ്റർ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാത്രി 9:30 ലൈവില്. ഹലോ, ഓക്കെ. ഇത് നേരെ പൊക്കോണ്ടിരുന്ന വണ്ടിയാണ്. ഇതെങ്ങനെ റാഷ് ഷേപ്പിലായെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇതെങ്ങനെ നോക്കും? ഇത് ഏത് സൈഡിൽ നിന്ന് ഞാൻ കാല് കൊടുത്താൽ ഈ വണ്ടി നൂരും? അതാ എന്റെ ചോദ്യം. ഫസ്റ്റ് ഇട്ടു. ഓ, നമ്മള് കല്ലൂരുണ്ടാക്കി അത്ര ഒരു ബ്ലോക്ക് ആയില്ല ഏകദേശം. ഇത് എങ്ങനെ തിരിക്കൂടാ? ഇത് റിവേഴ്സിൽ ടേൺ ചെയ്യുന്ന റിവേഴ്സ് ഇട്ടാ വരൂ വണ്ടി. വാ 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 വാ. ഇനി തിരിച്ചോടിക്കട്ടെ ഒരു മിനിറ്റ്. ഓ, ഈ ലോറിയൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടാ. ഒരുത്തൻ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തെ അവൻ പോയി. തിരി 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 പാടം തിരി തിരി. അതിന്റെ ഇടയ്ക്കൂടെ ഒരുത്തം. ഒരു വട്ടം റിവേഴ്സ് എടുത്ത് വരിക. പൊക്കോണേ പൊക്കോണേ, ഇനി പോ 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 പോ. ഫോൺ നോക്കി വണ്ടി ഓടിക്കല്ലേ എണ്ണ. മനാപുരം അറിയാതെ ഫോൺ നോക്കിയതാ. ഇത് ഇവനൊന്ന് എടുത്തോണ്ട് റിവേഴ്സ്. പിടിച്ചു നീക്കായി. ഇത് റിവേഴ്സിലാണ് കിടക്കണേ. ഇത് റിവേഴ്സിൽ നിന്ന് മാറുന്നില്ലടാ. വണ്ടി ദൂരം പ്ലീസ് 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 പ്ലീസ്. കഷ്ടമുണ്ട്. ഒത്തിരി ദൂരം പോകാനുള്ള പ്ലീസ് പ്ലീസ്. ലെറ്റ്സ് ഗോ. ഇനി വാടാ. നമ്മളെ വെട്ടിച്ചേ ഒരുത്തൻ നമ്മളെ ഇടിച്ചിട്ടിട്ട് ഒരു ലോഡും കൊണ്ട് പോയായിരുന്നു. ഒന്നി എന്റെ ലോഡ് അവന്റെ മണ്ടയ്ക്ക് ഇറക്കും ഞാൻ. അവൻ എന്തായാലും ഞാൻ ഇറക്കാൻ സമ്മതിക്കൂല. വാടാ പൊട. അവനെ എന്റെ ലോഡ് തെള്ളിക്കളഞ്ഞിട്ടാ പോയത്. അവനെ ഞാൻ പിടിക്കും. ഇതിന്റെയൊക്കെ വണ്ടിക്ക് ഇങ്ങനെ ഇത്ര സ്പീഡ് വരുന്നേ? നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ ഇല്ലേ? അഹങ്കാരം.
നമുക്ക് എഞ്ചിൻ ഇല്ലടാ ഇതിന്. ഇത് എന്തോ ഇത് ഇത് എന്തിന്റെ എഞ്ചിനായിരിക്കും? ഇത് എന്തിന്റെ എഞ്ചിനാണ് നമ്മുടെ അകത്ത് ഇരിക്കുന്നത്? നമ്മളിപ്പോ 9ാമത്തെ ഗിയറിൽ പറന്ന് പൊക്കോണ്ടിരിക്കണം. ഇതിൽ കൂടുതൽ സ്പീഡില്ല ഈ വണ്ടിക്ക്. ഒരു കാറാൻ്റെ അഹങ്കാരം കണ്ട. ഗിയർ മാറി. ഇനി ഗിയർ ഇല്ല വണ്ടിക്ക്. ഇനി ഗിയർ ഇല്ല. 11 ഗിയറായി. ഇനി ഗിയറില്ല വണ്ടിക്ക്. ഇപ്പഴാ സ്പീഡെത്തിയത്. നമ്മള് സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞോ 96-ലെത്തി. വാടാ വാടാ അവന്റെ NHS കെമിക്കൽ. വാടാ നീ പറന്ന് എങ്ങോട്ടാ പോന്നെ? എനിക്കും ധൃതിയുണ്ട്. അത് കഴിയല്ലായിരുന്നു. അത് അവന്റെ തട്ടല്ലേ. തട്ടി. ഞാൻ ഡ്രൈവർ സെറ്റായി കേട്ടോ. ഞാൻ സെറ്റ് ഡ്രൈവറായി, ട്രെയിലർ ഡ്രൈവറായി. ഞാൻ പറഞ്ഞല്ലേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ കമന്റ് ഇടലത്. ഇത് എങ്ങനെയെങ്കിലും എത്തിക്കാൻ ഒരു മിനിറ്റ് വെയിറ്റ്. ഇത് പിന്നെ കൊഞ്ച് ഷേപ്പിലായി. ഇത് ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവൂല. എടാ ഒന്ന് നിക്കടാ. പിന്നെ അങ്ങ് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് പൊക്കോണം. വണ്ടി നിക്ക്. അങ്ങനെ ഏകദേശം. ഇത് പിന്നെ എങ്ങോട്ടാ തിരിയണേ? ചുമ്മാ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇത്ര ലോഡ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കമന്റ് ഇടരുത്. അത് കമന്റ് നോക്കണോ അതോ ഞാൻ വണ്ടി ഓടിക്കണോ? ഏതെങ്കിലും ഒന്നല്ല ചെയ്യാൻ പറ്റുള്ളൂ. ചില്ലറയാണോ? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇനി ഒരു സത്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ ലോഡ് കൊണ്ട് കൊടുക്കുമ്പോൾ ആകെ കിട്ടുന്ന $1000. വണ്ടി ഇടിച്ചതും പെനാൽറ്റി, നാട്ടുകാർ ചത്തതും, അവർക്ക് ഇൻഷുറൻസിന് കൊടുത്തതെല്ലാം ചേർത്ത് ഈ വണ്ടി അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇനി $2000 ഞാൻ അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലായ? എന്തുകൊണ്ട് ലാഭമായിട്ടുള്ളൊരു ട്രിപ്പ്. വണ്ടിയൊക്കെ അഹങ്കാരം കണ്ടില്ലേ? വണ്ടി ഓടിക്കാൻ അറിയാവുന്നില്ലേ? സെൻസിറ്റിവിറ്റി കൂട്ടും വെച്ചാൽ ഞാൻ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടേക്ക് ബ്രോ. ട്രക്കിന്റെ ഇതിലാ ഇട്ടിരിക്കണേ. ചില്ലറ അഹങ്കാരമാണ് അതിനൊക്കെ. വണ്ടി ഓടിക്കാൻ അറിയാവുന്നതിന്റെ ഇത് കയറണ ബാക്കിന്ന് ഞഞ്ഞ് ഞാൻ വരുവാണ് അവൻ. ധൃതി എന്തോ ഇത്ര? ഞാൻ 2 ട്രാക്കിൽ കൂടെ മാറി പോകണം. ഒറ്റ പുറകിലുള്ള ഒറ്റ വണ്ടി നമ്മൾ മുന്നിൽ കയറാൻ പാടില്ല കേട്ടോ. ഇനി വാ. 16 ഗിയർ ഉണ്ട്. 11 ഊരിടുമ്പോഴത്തേക്കിന് ഏതെങ്കിലും കാലയൊക്കെ കയ്യാലെ കയറും. പിന്നെ എങ്ങനെ 16 ഗിയർ ഇടാൻ പറ്റും? കാലിബ്രേഷൻ ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു ബ്രോ. എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. വാ ഇതെന്താ സിഗ്നലാണോ? സിഗ്നലൊന്നും ഇല്ലല്ലോ ഇവിടെ. തിരിച്ചൊക്കെ പോവാം. പിന്നെ അല്ല, അറിയാത്തോണ്ടല്ല, കഴിവില്ലാത്തോണ്ടാ. എന്റെ പൊന്നു മച്ചാനെ, ഞാൻ ഒന്നാമത്തെ കാര്യം ഈ ഡ്രൈവിംഗ് സിമുലേറ്റർ സാധനം വെച്ചിട്ട് ഇന്നൊരു ടെസ്റ്റ് ലൈവാണ്. ഞാനിത് ഗ്രൈൻഡ് ചെയ്തോളാം ഇരുന്ന്. എന്നിട്ട് ഞാനിത് പഠിച്ചു കഴിഞ്ഞോളാം. മേടിക്കാനെങ്കിലുള്ള കഴിവുണ്ടായില്ലേ, അത് മതി. അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റാ. ഇത് മേടിക്കാനെങ്കിലും പറ്റിയില്ലേ? സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? കഥ പറഞ്ഞിരിക്കുന്നതൊക്കെ എവിടെ കയറി പോവാ? തരാം, ബാ കയറ്റിവിടാം നിന്നെ. ബാംഗ്ലൂരിൽ പഠിക്കണം നീ. ഇത്ര ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള കളി.
മേക്ക് എ സീൻ. ഓക്കെ, വെയിറ്റ് ചെയ്യും. മേക്ക് എ സീൻ. ട്രക്ക് ഡാമേജ് അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച മേക്ക് എ സീൻ. എടാ ഞാൻ ഒരു കാര്യം, ഇത് എത്തൂല്ലടാ. ഇനി 539 കിലോമീറ്റർ നമ്മൾ തിരിച്ചാ പോണ. ഹലോ, 21 മണിക്കൂറാ. ഇതൊക്കെ എങ്ങനെ ഓടിച്ചോണ്ടിരിക്കും ആൾക്കാര്? ഞാൻ നിങ്ങളിവിടെ എന്തെങ്കിലും ചെയ്യാൻ പോകണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യട്ടോ. ഞാനിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പിടിരിക്കാം. പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാദം തിരിതെളിയാനായി കാണുന്നു. പന്തളനാഥൻ വഴി മാറിപ്പോണ. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ? വന്നിടുന്നുള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുള. ഇത് മിക്കവാറും ഈ ട്രക്ക് ഡെലിവറി ചെയ്യുമ്പോൾ 24 hours ആവും. ശരണജപങ്ങളോടെ നിൽക്കവേ. നമുക്കിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാം. വണ്ടി ഇത് ഇടിക്കില്ലേ ഇടിക്കില്ലേ? അതെന്താ അങ്ങോട്ട് ഒരു സൈഡ് വരും. ആ, ഈ പുറ രാജ്യത്തൊക്കെ ഈ ട്രക്കൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ച് നോക്കി. ഈ ട്രക്കും ട്രaileറും ഒക്കെ ഈ റോഡിൽ കൂടെ കൊണ്ടു നടക്കണ എന്തൊരു പാടായിരിക്കും അല്ലേ? ഇത് പിടിച്ചാ നിൽക്കൂ? നിക്കത്തുമില്ല. സൂപ്പർ വണ്ടി ഇടിപ്പിക്കാനായിട്ട് ബ്രോ റെസ്റ്റ് എടുക്കണേ ഉറപ്പായിട്ടും. ബ്രോ ഇനി ഒരു വട്ടോടെ വണ്ടി ഇടിച്ചാൽ എന്നെ ഓണർ പറഞ്ഞു വിടും. ഈ വണ്ടി എങ്ങനെയും ഞാൻ എനിക്ക് അവിടെ നിന്ന് എത്തിക്കണം. നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ഗെയിം എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു തരിക. കാരണം എൻ്റെ മോണിറ്ററിന്റെ റെസൊല്യൂഷൻ 5000 ആണ്. 11 ഗിയറേ ഉള്ളു. പക്ഷേ ഇതിന് പോലീസ് ഉണ്ട്. ഇല്ല, ഞാൻ മദ്യവെച്ചിട്ടില്ല ബ്രോ, മദ്യവെച്ചിട്ടില്ല. പച്ച നമ്മള് അത്ര ഡീസന്റ് ആയിട്ടല്ലേ ഡ്രൈവിംഗ് ജോബ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉത്തരവാദിത്വം കൂടിയ ജോലി. അങ്ങനെ വെള്ളം അടിച്ചൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? വഴിയെ പോകുന്ന എത്ര ആൾക്കാരുടെ ജീവൻ എന്റെ കയ്യിലിരിക്കുന്നത്. ചെറിയ കളിയാ. സ്പീഡ് വഴി തെറ്റാവില്ല. സ്പീഡ് ക്യാമറയിൽ എന്തായിരുന്നു, മൊബൈലിലുണ്ട്. സ്പീഡ് ക്യാമറയിൽ 100 രൂപ ഫൈൻ വന്നിട്ടുണ്ട് ബ്രോ. ഇത് കൊടുത്തേക്ക്. ആ കൊടുത്തേക്ക് ബ്രോ. റൈറ്റ് റിയർ വ്യൂ മിറർ ഓൺ ആക്ക് ബ്രോ. റൈറ്റ് റിയർ വ്യൂ മിറർ ഓണാ. പക്ഷെ നിങ്ങൾക്ക് കാണുന്നില്ല. അതെന്താന്ന് വെച്ചാൽ റെസൊല്യൂഷൻ ഡിഫറൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. അതാ ഞാൻ പറഞ്ഞത്. ഫിക്സ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ. അത് റെസൊല്യൂഷൻ എൻ്റെ 5000 മുകളിൽ എന്തോ ആണ് റെസൊല്യൂഷൻ. ഹൈ ബീം ഇടണ. ഹൈ ബീം ആണോടാ ഇത്? പയ്യന്മാർക്കൊക്കെ അറിയാൻ കേട്ടോ എല്ലാം. ഇതൊന്ന് പകലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നടാ. ഇതിപ്പോ രാത്രി ആകുമ്പോൾ ഉറക്കവും വരണം. ഇത് എത്ര നേരം കൊണ്ട് ഞാൻ ഓടിച്ചോണ്ടിരിക്കും. ഈ കാറിന്റെ കൂടെ കെട്ടിയിട്ട് ഞാൻ ഒന്ന് പോയാല അവനൊക്കെ എന്തൊരു സ്പീഡിലാണ്.
ഒരു ബസ് വന്നിപ്പുണ്ട്, അവരിപ്പോ ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം എടുത്ത് വെക്കാനിരിക്കുക. ഞാനൊന്ന് തിരിച്ചോട്ടെ, ഒരു മിനിറ്റ് സമയം എന്താ? നിന്നെപ്പോലെ എല്ലാവരും റെഗുലർ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് വിചാരം. അതൊന്ന് തിരിഞ്ഞു വരട്ടെ. ഇനി വണ്ടി അങ്ങോട്ടെവിടെ പോണ്? ഒന്ന് നേരെയാവോ? അർച്ചന കഴിപ്പിക്കാം. ഇന്നത്തോടെ ഈ ട്രക്ക് പരിപാടി ഞാൻ ഇവിടെ നിർത്തണേ. ഇത് ഓടിക്കാനും പറ്റൂല. ഇത് വണ്ടിയാണ്, ഒരു അനുസരണ ഇല്ലാത്തൊരു സാധനം. ദേ പോണ്. അവിടെ നിൽക്കൂ. ഇത് എന്താ ഇതിനൊരു അനുസരണ ഇല്ലാത്ത ഈ വണ്ടിക്ക്? ഒന്ന് വെയിറ്റ് ചെയ്യണേ സഹോദരൻ, ആദ്യമായിട്ട് ഓടിക്കുന്നതിന്റെ ഒരു ചെറിയൊരു ഇതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതെന്താ ഈ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ വരവുന്നേ? ടൈം ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ആരോ പറഞ്ഞു. അത് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 100. ട്രക്ക് ഡബ്ല്യു പോലെ മുമ്പേ ഇറോ പോലെ ഇരിക്കുമായിരുന്നു, ഇപ്പൊ ഡബ്ല്യു ആയി. ഇതവിടെ എത്തിക്കാൻ എനിക്ക് നിങ്ങളൊരു 7-7:30 വരെ സമയം തരണം കേസ്. അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ല കേസ്. ഇനി 369 കിലോമീറ്റർ ഉണ്ട്. വാണിംഗ് വിസിറ്റ് സർവീസ്. ഈ സർവീസ് സെന്റർ എവിടാ? ഇത് പെട്രോൾ പമ്പ് അല്ലേ? എന്താ പുള്ളി എന്താ പറഞ്ഞു നോക്കട്ടെ. ബ്രോ ഈ ലോഡിന്റെ പൈസ മുഴുവൻ പെനാൽറ്റി അടയ്ക്കാൻ വേണ്ടി വരും, അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അണ്ടാ വാണിംഗ് കാണിക്കുന്നു, അത് ഞാൻ പൊത്തിപ്പിടിക്കട്ടെ 5 മിനിറ്റത്തേക്ക്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഇതിനകത്ത്. എന്താ ചെയ്യണ്ടേ? വാണിംഗ് വിസിറ്റ് സർവീസ്. നൈസായിട്ട് ഇടിച്ചില്ലെന്ന് പറഞ്ഞ് ഓണർ കൊണ്ട് കൊടുത്താലോ വണ്ടി? പമ്പിൽ കയറിയാൽ സർവീസ് ചെയ്യാൻ പറ്റും. എടാ പമ്പിൽ കയറി എങ്ങനെയാണ് സർവീസ് ചെയ്യാൻ പറ്റുന്നത്? പമ്പിൽ കയറിയ ഫ്യൂവൽ അടിക്കാനല്ലേ പറ്റുന്നത്? ഫ്യൂവൽ ഫുൾ ടാങ്ക് ആണ്. ഫ്യൂവൽ ഉണ്ട് ആവശ്യത്തിന്, ഫ്യൂവൽ ഇല്ലേ? ഇതെന്നാലും എങ്ങനെയായിരിക്കും? പ്രസ് F7 ടു സർവീസ്. യെസ്. അത് കൊള്ളാം. എന്റെ ട്രക്ക് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർസ്. എ ഗ്രേറ്റ് ഡ്രൈവർ ഓൾവേസ് കീപ് their vehicle in top condition. Yes. Confirm. Request total restoration. Repairs are covered by the employer. അതായത് എന്റെ പോക്കറ്റിൽ നിന്ന് പോയെന്ന് അതല്ലേ എഴുതി കാണിച്ചതല്ലേ?